പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കർത്താവ് നമ്മളോട് ചോദിക്കും, ഇവിടെ എത്ര പേഴ്സന്റ് നിനക്ക് ഇവിടെ വേണമെന്ന്. ഇവിടെ മിനിമം ലെവലിലൊക്കെ അങ്ങ് ജീവിച്ചു പോകാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്വർഗത്തില് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം കൂടി ഉപയോഗിക്കണമെന്ന് ഒരുത്തിന് നിർബന്ധം ഉണ്ടെങ്കിൽ കർത്താവ് പറയും, എന്നാ പിന്നെ നീ അങ്ങ് കൊണ്ട തിന്ന് എന്ന് നമ്മൾ പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ എല്ലാം കൂടി ഇവിടെ അങ്ങ് തന്നിരിക്കും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ എത്ര വർഷമാണ് ജീവിക്കുന്നത്? ഉള്ള റിവാർഡ് എല്ലാം കൂടി ഇവിടെ തന്നെ തീർക്കല്ലേ. എല്ലാം കൂടെ എന്തോ വേണം, സൂക്ഷിച്ചു വെക്കണം. എത്രയും കൂടുതൽ അങ്ങോട്ട് അയക്കാൻ നോക്കണം. കാര്യം നമ്മൾ അവിടെയാണ് താമസിക്കാൻ പോകുന്നത്, ഇവിടെ അല്ല നമ്മൾ താമസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവൻ എന്ത് ചെയ്യും? അവൻ മാക്സിമം നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പോൾ പറയുന്നു, എന്റെ റിവാർഡ് ഇവിടെ അല്ല, എനിക്കിവിടെ റിവാർഡില്ല. ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടം സഹിച്ച മനുഷ്യൻ, ഒരിക്കലെങ്കിലും ഒന്ന് സുഖിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. കർത്താവിനെ കണ്ടുമുട്ടിയ നാള് മുതൽ കഷ്ടമാണ്. കഷ്ടവും നിന്ദയും പരിഹാസവും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുകയും, എത്രയോ യെരുശലേം സഭയൊക്കെ പോളിനെ വാസം പറഞ്ഞാൽ അപമാനിച്ചു വിടുകയാണ്. കൊരിന്ത്യ സഭയില് എത്ര നിന്ദാപാത്രമായി തീരുന്ന ഒരു സ്റ്റേജ് ഇല്ലേ? സ്വന്തം വളർത്തിക്കൊള്ളുന്ന സഭയെ പോലും എന്താ വേണ്ടത്ര ഓണർ കിട്ടാതെ പോയതായ സന്ദർഭം. എന്നാല് ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? നിത്യതയിൽ പ്രതിഫലത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യതയുടെ ദർശനത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, പ്രത്യുത വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അത് കഴിയണം. ഹല്ലേലൂയ. ഇവിടെ അടുത്തതായിട്ട് പറയുന്നത്, അവൻ രാജാവായിട്ട് വരുന്നത് പോലെ തന്നെ അവൻ ന്യായാധിപനായിട്ടാണ് വരുന്നത്. ഹി ഈസ് നോട്ട് ഓൺലി കമ്മിങ് ആസ് എ കിങ്, ഹി ഈസ് കമ്മിങ് ആസ് എ ജഡ്ജ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്ന, അതായത് അവൻ രാജാവായി വരുമ്പോൾ അവന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിതം ചെലവഴിച്ചവർക്ക് അവൻ പ്രതിഫലം ഒരുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവനൊരു ന്യായവിസ്താരവും ഒരുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതൊരു വാർണിംഗ് ആണ്. ഇറ്റ്സ് എ വാർണിംഗ്, ദി ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോഴും എപ്പോഴും എനിക്കറിയാം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, എന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല. എന്തുകൊണ്ട് തയ്യാറാവുകയില്ല? ബിക്കോസ് ഐ നോ എന്റെ ഇവിടുത്തെ ഓരോ പ്രവൃത്തിയെയും ന്യായവിസ്താരത്തിലൂടെ കടത്തിവിടുന്ന ഒരു ദിവസമുണ്ട്. അവന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കേണ്ടി വരും. അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വേണം. പൗലോസിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവന്റെ കോൺഫിഡൻസ്, ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിതത്തില് ഉള്ള കാര്യങ്ങളെല്ലാം നഷ്ടമാക്കി ജീവിക്കുന്ന, ആത്മീകമായ കാര്യങ്ങളില് ബോധ്യങ്ങളില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ ആ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായി വരും. അവൻ രാജാവായി വരുന്നു, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ആശ്വാസമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ഉഴപ്പിത്തിരിഞ്ഞ് ജീവിക്കുന്നവർക്കൊക്കെ ഓർത്തോണം, അവൻ വരുന്നത് ന്യായവിസ്താരത്തിലാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ആ നിത്യത. ഇപ്പോൾ വാസ്തവത്തിലെ പോൾ പ്രിസണിലാണ് ജീവിക്കുന്നതെങ്കിലും അവൻ സംസാരിക്കുന്നതൊന്നും ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല. പ്രിസണിൽ നിന്നുള്ള അവന്റെ വിടുതലുമല്ല, അതുമല്ല അവൻ സംസാരിക്കുന്നത്. അവൻ സംസാരിക്കുന്നത് മുഴുവൻ വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച്. ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ്. എ ക്രിസ്ത്യൻ ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ്. ഒരു ക്രിസ്ത്യാനി എല്ലായ്പ്പോഴും, ഒരു വിശ്വാസി എപ്പോഴും മുന്നോട്ട് നോക്കുന്നവനായിരിക്കും. അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കരുതെന്നല്ല, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യതയുടെ ദർശനത്തിലായിരിക്കും അവൻ ജീവിക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കേണ്ടത് നിത്യതയുടെ ദർശനത്തിലായിരിക്കണം. ഇന്ന് നമ്മളെല്ലാം നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ അഭ്യസിക്കണം. അതിന് വലിയൊരു അഭ്യാസം തന്നെ ആവശ്യമുണ്ട്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ ബാക്കിയുള്ളതൊക്കെ ചെറുതായി വരും. ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഉയരത്തിലേക്ക് നോക്കി, ഉയരത്തിലേക്ക് പറന്ന് മുകളിലോട്ട് കയറുമ്പോൾ, നമ്മളിപ്പോ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അറിയാമല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മുകളിലോട്ട് ആദ്യം നമ്മൾ ഫ്ലൈറ്റിന്റെ സൈഡ് സീറ്റിൽ അങ്ങനെ ഇരുന്നാൽ, സൈഡ് സീറ്റിൽ നമ്മൾ വലത്തോളൊക്കെ നോക്കി കഴിഞ്ഞാൽ വി സി ബിഗ് വലിയ കെട്ടിടങ്ങളൊക്കെ കാണും. ഇച്ചിരി ഒന്ന് പൊങ്ങുമ്പോഴത്തേക്കും അയ്യോ
എന്തോ വലിപ്പമാണ്. നമ്മൾ താഴെ നോക്കിയാൽ ചിലപ്പോൾ കാണുന്നതിനേക്കാൾ വലുതായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു 50 അടി അല്ലെങ്കിൽ 100 അടി ഉയരത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് കെട്ടിടങ്ങളൊക്കെ ഭയങ്കര വലിപ്പത്തിൽ നമ്മൾ കാണും. പക്ഷെ എത്ര ഉയരത്തിലേക്ക് വളർക്കുന്നോ അതനുസരിച്ച് ഈ കെട്ടിടങ്ങളൊക്കെ ചെറുതാകുന്നത് കാണും. ഉയരത്തിലേക്ക് വളർക്കുമ്പോൾ കെട്ടിടങ്ങൾ ചെറുതാകുന്നു. കെട്ടിടങ്ങൾ ചെറുതാകുന്നതല്ല, നമ്മുടെ കാഴ്ചയ്ക്ക് അത് ഒന്നുമല്ലാതാകുന്നു. കുറെ കൂടെ പറന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തീപ്പെട്ടിക്കൊള്ളി പോലെ, തീപ്പെട്ടിക്കൂട് പോലെ തോന്നത്തുള്ളൂ കെട്ടിടങ്ങളൊക്കെ, വെറും തീപ്പെട്ടിക്കൂട് പോലെ. എന്നാൽ പിന്നെയും പറക്കുമ്പോഴത്തേക്ക് ഇതിവൻ കാണത്തു പോലുമില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഉയരത്തിലേക്കുള്ള ഒരു പറക്കലാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഉയരത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം അതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ നിത്യതയുടെ ഒരു ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്ന പൗലോസ് ഭൂമിയിലുള്ള കാര്യങ്ങൾ അവൻ മറന്നു പോകുന്നൊന്നുമില്ല. അവന് മിസ്റ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങനെ പറന്നു കിടക്കൊന്നുമില്ല. അപ്പോഴും അവൻ സഭയെ കുറിച്ചൊക്കെ ഭയങ്കര കൺസേൺഡ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഹി ഈസ് മച്ച് കൺസേൺഡ് അബൌട്ട് ദി ചർച്ച്. അതുകൊണ്ട് അവൻ ഇത് ഇട്ടേച്ച് പോവുകയാണെന്ന് അവനറിയാം. ഞാനോ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, പക്ഷേ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു, എക്സോർട്ട് ചെയ്യുകയാണ്. എന്താണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അവന്റെ ഫസ്റ്റ് എക്സോർട്ടേഷൻ? ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാ. ഇവിടെ മരിക്കാൻ കിടക്കുന്ന പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? വചനം പ്രസംഗിക്കാമെന്ന്. അപ്പൊ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സഭയുടെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ പൗലോസ് കഴിഞ്ഞാൽ അടുത്ത ആളാണ് ആര്? തിമത്തിയോസ്. അപ്പോൾ ആ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വചനമാണെന്നുള്ളത് അറിയാമായിരുന്നു? പൗലോസിന് അറിയാമായിരുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, ഐ ചാർജ് യു, പ്രീച്ച് ദ വേർഡ്. വചനം പ്രസംഗിക്കുക, പ്രീച്ച് ദ വേർഡ്. ഇന്ന് പലപ്പോഴും അതിന് വേണ്ടത്ര പ്രാധാന്യം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെ പ്രാധാന്യം ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമായിട്ട് വചനം നിൽക്കുന്നുണ്ടോ? ഇവിടെ എത്ര വചനം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. എന്തിനാ വചനം പ്രസംഗിക്കപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടോ? ആഫ്രിക്കയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വചനത്തിന്റെ പ്രാധാന്യം ഇവിടെ ആളുകൾക്ക് അറിയില്ല, പാസ്റ്റർമാർക്ക് പോലും അറിയില്ല. ഞാൻ ഈ കെനിയയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തതാണ്. അനൗൺസ് ചെയ്തിട്ട് ആളുകൾ വന്നപ്പോൾ വേദവസം കയ്യിലില്ല, ഒരുത്തന്റെ കയ്യിൽ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പോലും. എനിക്ക് ഇച്ചിരി ചൂടായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ പിള്ളേര് നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് സ്കൂളിലെ പുസ്തകം ഇല്ലാതെ പറഞ്ഞു വിടും? ഇല്ല. അപ്പൊ സ്കൂള് സ്ട്രിക്റ്റ് ആണ്, പക്ഷെ സഭ അത്രയും സീരിയസ് അല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് പലർക്കും സഭ ഒരു സീരിയസ് ഇഷ്യൂ അല്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഇവിടെ വന്നെന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന്. സ്കൂളിൽ പറ്റുമോ? ഇല്ല. അപ്പൊ സ്കൂളിലാണെങ്കിൽ അടങ്ങിയിരിക്കാൻ പിള്ളേർക്ക് അറിയാം, പക്ഷെ സഭയിൽ അടങ്ങിയിരിക്കാൻ പിള്ളേർക്ക് അറിയത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് മാതാപിതാക്കളുടെ കുഴപ്പമല്ല, അത് വേറെ കുഴപ്പമൊന്നുമല്ല. കാര്യം സഭ സീരിയസ് ആണെന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അത് കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. സഭ എന്ന് പറയുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് പറയണം. തീരെ കൊച്ചു പിള്ളേരുടെ കാര്യം പോട്ടെ, അവർക്ക് പിന്നെ കളിച്ച് നടക്കാന്ന് പറയാം. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും കൂടെ ഇവിടെ വന്ന് കളിക്കുന്നത് എന്താ? സ്കൂളിൽ കളിക്കാൻ പറ്റത്തില്ല, പക്ഷെ സഭയിൽ വരുമ്പോൾ കളിക്കാം. എന്തുകൊണ്ടാ? സഭയല്ലേ. ദാറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ. നമ്മൾ ഇതിനെ എത്രത്തോളം ഗൗരവതരമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സഭ ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്, എനിക്ക് സഭ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. എനിക്കല്ലാതെ ഒരു കാഷ്വൽ കാര്യമല്ല ഇത്.
ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ പിള്ളേർക്ക് അങ്ങനെ ഓടി നടന്ന് കളിക്കാൻ ഞാൻ സമ്മതിക്കും, എനിക്കറിയത്തില്ല. സ്കൂള്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കാര്യം പറയാൻ കാര്യം അതാണ് അല്ലേ. സ്കൂളിൽ പിള്ളേർ പോയി അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുപോകും. സഭയിൽ വരുമ്പോൾ പുസ്തകം എന്താ ഇല്ലാത്ത, ബൈബിൾ ഇല്ലാത്തതെന്ന്. ബൈബിള് തന്നെ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രസംഗം കേൾക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പ്രസംഗം കേൾക്കുന്നത് എന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തേണ്ടതിന് വേണ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടോ? പൗലോസ് പറയാണ് പ്രീച്ച് ദ വേർഡ്. അതാണ് പൗലോസിന്റെ അവസാനത്തെ, അതായത് തന്റെ ജീവിതം അവസാനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയവനായ പത്രോസ് ഏറ്റവും ഒടുവിൽ തിമത്തിയോസിനോട് പ്രബോധിപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാന്നാണ്. അപ്പൊ എത്ര സീരിയസ് ആണ് വചനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രീച്ച് ദ വേർഡ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നിനെ കൊണ്ടും പറ്റില്ല. കുറെ പാട്ടുപാടി അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കുറെ ബഹളം ഉണ്ടാക്കി അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കൈയടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചേർച്ചിൽ വചനം എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം മറ്റൊന്നിനും കൊടുത്തുകൊണ്ട് അതിനെ മാറ്റാൻ പറ്റില്ല. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പ്രീച്ച് ദ വേർഡ്. വചനം സഭയിൽ പ്രസംഗിക്കണം, സഭയ്ക്ക് പുറത്തും പ്രസംഗിക്കണം. പ്രീച്ച് ദ വേർഡ് ഇൻസൈഡ് ദ ചർച്ച്, പ്രീച്ച് ദ വേർഡ് ഔട്ട്സൈഡ് ദ ചർച്ച്. ഔട്ട്സൈഡ് ദ ചർച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ ഈ വചനം അതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. ശുശ്രൂഷയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. Because that was the anointing upon Jesus Christ. യേശുക്രിസ്തുവിന്റെ മേലുള്ള അനോയിന്റിങ് പോലും വചനം പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മള് യെശയ്യാ പ്രവചനത്തില് മെശിഹയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അപ്പൊ എന്താണ് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ? ടു പ്രീച്ച് ദ വേർഡ് ടു ദ പുവർ. അപ്പൊ യേശുവിന്റെ മേലുള്ള അഭിഷേകത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് യേശുവിന്റെ മേൽ എന്തിനു വേണ്ടിയുള്ള അഭിഷേകം ഉണ്ടെന്നാ പറയുന്നത്? വചനം പ്രസംഗിക്കുവാനുള്ള. The spirit of the Lord is upon me because the Lord has anointed me to preach good tidings unto the meek. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട യേശു തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ. യെശയ്യാ പ്രവചനത്തിലെ അതേ കാര്യം തന്നെ യേശു ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ യേശു താൻ വളർന്ന കപർന്നഹൂമില് അവൻ ചെന്ന് അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവൻ വളർന്ന നസറത്തിൽ വന്നു ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, സെയിം കാര്യമാണ് പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം പ്രസംഗിക്കാൻ. നസറത്തിൽ അവൻ ചെന്ന് കഴിഞ്ഞിട്ട് താൻ വളർന്ന നസറത്തിൽ അവന്റെ ശുശ്രൂഷയുടെ ആരംഭമായിട്ട് ആ സ്ഥലത്ത് ചെന്ന് അവൻ ബുക്കെടുത്ത്, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് വായിക്കാൻ കൊടുത്തു. അവൻ എടുത്ത് വായിച്ച ഭാഗം, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേൽ അവൻ തന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാഴ്ചയും കൊടുക്കാനെന്ന് തന്നെയല്ല, എന്താണ്? പ്രസംഗിക്കാൻ. അവരോട് പറയുകയാണ്, ബദ്ധന്മാരോട് പറയാണ്, ഇനി നിങ്ങൾ ബദ്ധന്മാരായിരിക്കേണ്ട കാര്യമില്ല. കുരുടന്മാരോട് പറയാണ്, ഇനി നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടവരായി തന്നെ തുടരേണ്ട കാര്യം ഇല്ല. ആത്മീകമായ അർത്ഥത്തിൽ അവർക്ക് വിടുതൽ, അവരോട് വിടുതൽ പ്രസംഗിപ്പാനും, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ മേലുള്ള അനോയിന്റിങ്ങിനെ കുറിച്ച് കർത്താവ് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് മുഴുവൻ പ്രസംഗിക്കാനെന്നാ. ദ വേർഡ് ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സഭ, ആ സഭയുടെ അകത്തും പുറത്തുമുള്ള ശുശ്രൂഷയുടെ, അകത്തും അതാ പുറത്തും അതാണ്, അകത്തും പ്രസംഗിക്കുക പുറത്തും പ്രസംഗിക്കുക എന്നുള്ളതാണ്.
പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. തിരുസന്നിധൗ ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധൗ ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ. വന്നു ബന്ധിതരാക്കിയ അധർമ്മികളാം അവർ കന്തം വരുത്തിടുവാൻ. വന്നു ബന്ധിതരാക്കിയ അധർമ്മികളാം അവർ കന്തം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ